സംഭവത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഏറാട്ടുകുണ്ട് ഉന്നതിക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനം. കൊല്ലപ്പെട്ട ബാലകൃഷ്ണന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ താമസിക്കുന്ന പ്രദേശത്തെ നിവാസികളെയാണ് മാറ്റി താമസിപ്പിക്കുക. അട്ടമലയിലെ 1-ാം നമ്പർ വനഭൂമിയിൽ താമസിപ്പിക്കാനുള്ള ക്രമീകരണങ്ങളും സ്വീകരിക്കും. വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി ആഷിഖാണ് ചേരുന്നത്. ആഷിഖ്, അവരെ സുരക്ഷിതമായി മാറ്റി പാർപ്പിക്കുക എന്നുള്ളതിൽ ഏത് തരത്തിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്? സ്വാതി, ജില്ലാ കളക്ടറടക്കം ഇന്ന് ബാലകൃഷ്ണനടക്കം താമസിക്കുന്ന ഉന്നതിയിൽ പോയി പരിശോധന നടത്തിയിരുന്നു. തുടർന്നാണ് ഈ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ വലിയ രീതിയിൽ വന്യജീവി സംഘർഷങ്ങൾ, വന്യജീവി കാട്ടാനോടക്കം സാന്നിധ്യം ഉണ്ടാകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നൊരു കാര്യം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇവർ ഈ ഒരു ഉന്നതി വിട്ട് മറ്റിടങ്ങൾക്ക് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അതിന് സമീപത്തായുള്ള 1-ാം നമ്പർ വനഭൂമിയിൽ, അട്ടമലയിലെ 1-ാം നമ്പർ വനഭൂമിയിലേക്ക് ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ നിലയിൽ തീരുമാനമായിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യമാണ്. അത് ജില്ലാ കളക്ടർ നേരിട്ട് കണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അട്ടമലയിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക്, 1-ാം നമ്പർ ഉന്നതിയിലെ മറ്റൊരു സ്ഥലത്തേക്ക് ഇവരെ മാറ്റിപ്പറയാൻ തീരുമാനമായിട്ടുള്ളത്. അതുകൂടാതെ തന്നെ അവർക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ പരിസര വ്യക്തിശുചിത്വങ്ങൾ ഉറപ്പാക്കാനും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് ജില്ലാ കളക്ടറും പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം ചെന്ന് പരിശോധന നടത്തിയിരുന്നു. അതിലാണ് ഇപ്പോൾ സുപ്രധാനമായ തീരുമാനം. അതിൽ അടിയന്തരമായി തന്നെ ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള കാര്യങ്ങൾ നടപടി സ്വീകരിക്കണമെന്നാണ് ഇന്ന് ചേർന്ന യോഗത്തിലേക്ക് തീരുമാനിച്ചിട്ടുള്ളത്. സ്വാതി. ശരി ആഷിഖ്.